അസ്സലാമലൈക്കും, വെൽക്കം ടു സനാസ് വേൾഡ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന സാധനങ്ങൾ കൊണ്ട് പിന്നെ എങ്ങനെയാണ് ഷവർമ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനൊരു റിസ്ക്കും ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനോടൊപ്പം തന്നെ അതിലേക്ക് ആവശ്യമായ മയോണൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. വേറൊരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അതും നിങ്ങൾ കാണണം. അത് ഉണ്ടാക്കാൻ നിശ്ചയമില്ലാത്തവർക്കായിട്ടാണ് ഞാനത് ഇടുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഷവർമ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതൊക്കെ ആദ്യമായിട്ട് ആവശ്യമുള്ളത് ചിക്കന് പൊരിച്ചെടുക്കണം. അതിന് എല്ലില്ലാതെ എടുത്ത ചിക്കൻ കഷ്ണങ്ങളാണിത്. ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ് പാകത്തിന്, പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത നീരാണ്, അതും ഒഴിച്ചു കൊടുക്കുക. അതൊരു 2 ടീസ്പൂണ്. ചിക്കൻ നമുക്ക് ഏകദേശം ചിക്കനക്ക് അറിയാലോ എത്ര വേണ്ടിയിരുന്നുള്ളത്. ഇത് നാരങ്ങയുടെ നീരാണ്, അതും ഒരു 2 ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി അതിനെ കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇവിടെ 15 മിനിറ്റ് റെസ്റ്റ് വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഓരോന്നാക്കി പൊരിച്ചെടുക്കാം. നമ്മൾ ചിക്കനെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കാബേജ് നുറുക്കിയത്, കനം കുറച്ച് നുറുക്കിയത്, വലിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത്, കുക്കുംബർ കനം കുറച്ച് അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഞാനത്, പിന്നെ ക്യാപ്സിക്കം, കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മയോണൈസ് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഉണ്ടാക്കാൻ നിശ്ചയമില്ലാത്തവർക്ക് വേറെ ഇടുന്നുണ്ട്, അത് നിങ്ങൾ കാണുക, നിശ്ചയമില്ലാത്തവർ. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. കാബേജ് നുറുക്കിയത്, വലിയ ഉള്ളി, കുക്കുംബർ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, ക്യാപ്സിക്കം, കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതി, നമുക്ക് വേണമെന്ന് അനുസരിച്ചിട്ട് നോക്കിയിട്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ മുറി പിഴിഞ്ഞ് കൊടുക്കുക. അരിച്ച് പിഴിയുക, കുരുപടരുത്. ചെറുനാരങ്ങയുടെ പകുതി മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിങ് ഇവിടെ ഏകദേശം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കന് വെന്തതിൻ്റെ ശേഷം അതും ചേർക്കണം, മയോണൈസും ചേർക്കണം. നമുക്ക് ചിക്കൻ വെന്തോ നോക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു കോരിയിലേക്ക് എടുത്തിട്ട് എടുക്കാം. ഇനി ഒന്ന് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ മിക്സിലേക്ക് ചേർക്കാം.
നമ്മളെ ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഇങ്ങനെ നന്നായിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മളെ ചിക്കൻ കഷ്ണങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. നമ്മളെ ചിക്കൻ ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മയോണൈസും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയോണൈസ് ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുബൂസ്ക്ക് ഇത് ഫില്ല് ചെയ്യണം എടുത്തിട്ട്. ഇനി നമ്മളൊരു കുബൂസ് എടുത്തിട്ട് അതിനെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുക. ഈ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് പുളി കുറച്ചുകൂടെ വേണമെന്നൊക്കെ ഉള്ളവർക്ക് ചെറുനാരങ്ങ നീര് കുറച്ചും കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഞാനിതിൽ ചേർത്തിക്കുന്നത് പാകത്തിന് തന്നെയാണ്. നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുബൂസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കമൻറ്റ് പറയുക എങ്ങനെയുണ്ട്, വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അതിനനുസരിച്ച് കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.